ജയനെ അനുസ്മരിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടി.എസ്. രാധാകൃഷ്ണൻ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അനന്തകോടി പ്രണാമം. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനേ, ശ്രീപാർവതിയുടെ കനയ പ്രിയ ഗജമുഖബാലകനേ. നിങ്ങളിൽ പലരും ഈ ഗാനം കേട്ടിട്ടുണ്ടാവും. 46 വർഷം മുമ്പ് എനിക്ക് വേണ്ടി ജയേട്ടൻ എന്നെ അനുഗ്രഹിച്ച് പാടിക്കുന്ന എൻ്റെ ആദ്യത്തെ ഗാനം, കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന ആദ്യത്തെ ഡിവോഷണൽ ആൽബം. ആ അനുഗ്രഹിച്ച കൈകളാണ് ഇന്ന് ഞാനിവിടെ നിൽക്കാനുള്ള മുഖ്യ കാരണം. എന്നെക്കാളും എത്രയോ പ്രഗത്ഭർ ഇവിടെ ഉണ്ടെങ്കിലും ജയേട്ടനെ കുറിച്ച് 2 വാക്ക് അനുസ്മരിക്കാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ ജയേട്ടൻ്റെ ആത്മാവായിരിക്കും. അനേകം ഗാനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ട ഗാനം നമ്മുടെ എല്ലാം കവിയും ഗാനരചിതവുമായ ശ്രീ R.K. ദാമോദരൻ്റെ വരികളാണ്. അതുപോലെ 86 കർപ്പൂര ദീപം ഇവിടെ ജയേട്ടൻ്റെ ബ്രദർ കൃഷ്ണകുമാർജി ഇരിക്കുന്നത്. അദ്ദേഹമൊക്കെ അതിന് സാക്ഷിയാണ്. ആ വർക്കിന് വേണ്ടിയൊക്കെ പടിപൂജ ചെയ്യുന്ന, പാഠം പണിയുന്ന അദ്ദേഹത്തെ മനസ്സൊരു ശബരിമല. അങ്ങനെ അനേകം ഗാനങ്ങൾ. ഇതിപ്പോൾ ഞാൻ സംഗീതം ചെയ്തതിന് ഒരു പബ്ലിസിറ്റി അല്ല ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഗാനങ്ങളിൻ്റെ പകുതിയോളം ജയേട്ടൻ പാടി അനുഗ്രഹിച്ചതാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ആത്മാവ് അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന ഈ പൂവും പ്രസാദവും എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരും ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ്. ജയേട്ടനായിട്ട് തന്നെ അനേകം വേദികളിൽ ഭക്തിഗാനമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് വിനു, ഉമ, ബിജു, ഞങ്ങളെല്ലാവരും ആ ഒരു അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് കിട്ടിയത്. ജയേട്ടൻ്റെ ഗാനാലാപനത്തെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ ഒന്നും പറയാനുള്ള യോഗ്യത എനിക്കില്ല. അതൊരു അപൂർവ ജന്മം തന്നെയായിരുന്നു. ഇത് പറയാൻ കാരണം, ഒട്ടും കർണാടക സംഗീതം പഠിച്ചിട്ടില്ല എന്നാണ് ജയേട്ടൻ പലപ്പോഴും പറയാറുള്ളത്. പക്ഷെ ഏത് അപൂർവ രാഗങ്ങളായാലും ഘനരാഗങ്ങളായാലും ഒരു സ്വരപ്പെടുത്താതെ പോലും അതിൽ ഒരു മാറ്റങ്ങളും വരുത്താതെ പാടുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെന്ന് എന്നോട് ഞങ്ങളുടെ ഗുരുനാഥൻ ദക്ഷിണാമൂർത്തി സാറ് പറഞ്ഞിട്ടുണ്ട്. തോടി രാഗത്തിലൊരു അയ്യപ്പ ഗാനമുണ്ട്. അത് കേട്ട് സ്വാമി പറഞ്ഞു, ജയേട്ടൻ പറഞ്ഞു എന്നാണ് പറയുന്നത് റെക്കോർഡിങ്ങിൽ, സ്വാമി ഇതെനിക്ക് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ രാഗം. സ്വാമി പറഞ്ഞു, ജയന് പാടാം. അപ്പം ആ ഗുരുകടാക്ഷം കൊണ്ട് ആ പാട്ട് ജയേട്ടൻ ഞങ്ങളുടെ വേദികളിൽ പാടാറുണ്ട്. അപ്പം അത്രത്തോളം ഗുരുവായൂരപ്പനിൽ തൻ്റെ ഭക്തി ലയിപ്പിച്ച് അവസാന നിമിഷം വരെ പറയാനാണെങ്കിൽ അനേകം പറയാനുണ്ട്. പക്ഷേ നമുക്കിന്ന് ആവശ്യം ജയേട്ടൻ്റെ ആ ഗാനങ്ങൾ ആസ്വദിച്ച് നമ്മളിന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഔചിത്യമായിട്ട് തോന്നുന്നത്. ഈ പരിപാടി ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കുവാൻ കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി, ഭീമും, രാഗാത്മിക എന്ന ഈ സംഘടനയും ഇത്രയും നല്ല ഒരു പൊതുജനങ്ങളുടെ വേദിയിൽ വെച്ച് ആ മഹാനായ ഗായകൻ, ഞാൻ പറയില്ല എത്ര പറഞ്ഞാലും മതിയാവില്ല, അനേകം അനുഭവങ്ങളാണ് ഞങ്ങൾക്ക്. ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം. മറ്റൊന്നുമല്ല, പുഷ്പാഞ്ജലി എന്ന ആൽബം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ഐസിൽ പ്രസാദം കഴിഞ്ഞതിന് ശേഷമാണ് മദ്രാസിൽ നിന്ന് സംഗീത കാസറ്റ്സ് ആ ആൽബം ഇറക്കുന്നത്. കേശവ നമ്പൂരി എഴുതി സംഗീതം ചെയ്തത് രമേശൻ നായരുടെ വരികൾക്ക്. എന്താ ഓരോ പാട്ടുകളും. അപ്പോൾ ദാസേട്ടനെ എവിടെ യാത്ര ചെയ്യാൻ നേരത്ത് ആ ഡ്രൈവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആൽബമായിരുന്നു ആ പുഷ്പാഞ്ജലി. അപ്പോൾ ആ പാട്ടുകളിൽ വെച്ച് ഇപ്പോൾ ദാസേട്ടൻ ചോദിച്ചു, മോനെ ആ കാസറ്റിൻ്റെ കവറൊന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ദാസേട്ടൻ അറിയാൻ ജയേട്ടനെ പാടിയിരിക്കണം. ആ കവർ മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ജയന് മാത്രമേ ഇത് പാടാൻ സാധിക്കുള്ളൂ ഈ വിധത്തിൽ. അതാണ് ആ ഭക്തിഭാവം. അല്ലാതുള്ള ഗാനങ്ങളാണെങ്കിലും അത് ജയത്തിൻ്റെ ഭാവഗായകൻ എന്നുള്ളതിന് അതിനപ്പുറത്തോട്ടൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാനില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. അതുപോലെ ഇന്നിവിടെ മറ്റൊരു നല്ല ഗാനം, ജയേട്ടൻ്റെ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മധു എന്നൊരു ഗാനരചയിതാവ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എഴുതി എൻ്റെ പ്രിയ സഹോദരൻ
വിനോദ് ആലപിച്ചൊരു നല്ല ഗാനം, അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും കൂടി ജയേട്ടന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ വേദിയിൽ. എല്ലാവർക്കും ജയത്തിൻ്റെ ഓർമ്മകളിലൂടെ, ആ ഗാനങ്ങളിലൂടെ ഇതൊരു നല്ല സന്ധ്യ ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.